ഞാൻ ഒരു ബസ്സിലാണുള്ളത്. ഷില്ലോങ്ങിൽ നിന്ന് സ്മിത്ത് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ആ വില്ലേജിൽ യൂസ് ചെയ്യുന്ന ഒരു പഴയ ബസ്സാണ് നിങ്ങൾ കാണുന്നത്. സ്മിത്തിൽ മാത്രമേ ഇങ്ങനെ ബസ്സുള്ളൂ കേട്ടോ. ഷില്ലോങ് നഗരം കാണാൻ ഇറങ്ങിയപ്പോഴായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തതുപോലത്തൊരു വിന്റേജ് ബസ് കണ്ണിലുടക്കിയത്. ആകെ മൊത്തമൊരു ആനച്ചന്തം. അടുത്തെത്തിയപ്പോൾ ട്രക്കും ബസ്സും കൂടിക്കലർന്ന പോലൊരു സംഭവം. എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് തിരക്കിയപ്പോൾ സ്മിത്തിലേക്കെന്ന് മറുപടി. അതെവിടെയായി സ്മിത്ത് എന്ന് ചോദിച്ചപ്പോൾ 25 കിലോമീറ്റർ അപ്പുറം. എങ്കിലൊന്ന് കയറാമെന്ന് മനസ്സു പറഞ്ഞു. സ്മിത്ത് ഗ്രാമത്തിലേക്ക് മാത്രം എന്താ ഇങ്ങനെയൊരു ബസ് എന്ന് ചിന്തിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാര്യം മനസ്സിലാക്കി വന്നപ്പോഴേക്കും അഴകാർന്ന ഒരു ഗ്രാമത്തിൽ ബസ് ചെന്ന് നിന്നു. ഇതാണ് സ്മിത്ത്, മേഘാലയയിലെ പ്രബല ആദിവാസി ഗോത്രവിഭാഗമായ കാസി ഗോത്രവിഭാഗത്തിന്റെ പൈതൃക ഗ്രാമം. ആധുനിക സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളുമൊക്കെയുള്ള, വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലുമൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന, എന്നാൽ പഴമയെ മുറുകെ പിടിക്കുന്ന, ഭൂതകാല കുളിരിൽ അഭിരമിക്കുന്ന സ്നേഹമുള്ള മനുഷ്യരുടെ കുഞ്ഞു ഗ്രാമം. നമുക്ക് ബസ്സിൽ നിന്ന് ഗ്രാമത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങാം. ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ബെഡ്ഫോർഡിന്റെ എഞ്ചിനും ചൈസിസും ഇറക്കുമതി ചെയ്ത് 1970-കളിൽ ഷില്ലോങ്ങിലെ ഒരു സ്വകാര്യ വ്യക്തി നിരത്തിലിറക്കിയതാണ് ഇവ. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ 1970 അവസാനങ്ങളിലും 80-കളിലും ഇത്തരം ബസ്സുകൾ നിരത്തിൽ സജീവമായിരുന്നു. പിന്നീട് ബെഡ്ഫോർഡ് നിർമ്മാണം നിർത്തിയതോടെ ടാറ്റയുടെയോ അശോക് ലൈലാൻഡ് കമ്പനിയുടെയോ ചേസിസുകൾ ഇറക്കി. എന്നിരുന്നാലും ബസ്സിന്റെ മരത്തടിയിലുള്ള ബെഡ്ഫോർഡ് സ്റ്റൈൽ അതേപടി നിലനിർത്തപ്പെട്ടു. സ്മിത്തിലെ ഒരു കുടുംബമാണ് ഈ ബസ് സർവീസുകൾ നിയന്ത്രിക്കുന്നത്. ഷില്ലോങ്ങിൽ നിന്ന് സ്മിത്തിലേക്കെത്താൻ 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇടക്കാലത്ത് സർവീസ് നിർത്താൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും ഗ്രാമവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് തീരുമാനം മാറ്റുകയായിരുന്നു. ദിവസേന 4 ബസ്സുകൾ 20ഓളം സർവീസുകളാണ് സ്മിത്ത് ഷില്ലോങ് റൂട്ടിൽ നടത്തുന്നത്. ബസ്സിൽ നിന്നിറങ്ങി സ്മിത്ത് ഗ്രാമത്തിന്റെ ഭംഗിയിൽ അല്പനേരം മതിമറന്നു നിൽക്കാനാണ് ഞാൻ പോകുന്നത്. സഞ്ചാരികൾക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് സ്മിത്ത് ഗ്രാമം. എങ്ങും പച്ചപ്പ്, നീരരുവിയുടെ ശബ്ദം, കുളക്കടവിൽ അലക്കുകയും കുളിക്കുകയും സൊറ പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഗ്രാമീണർ. കണ്ണത്താ ദൂരത്തോളം പച്ചക്കറി കൃഷിപ്പാടങ്ങൾ, പാടങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഗ്രാമീണർ.
പല നിറത്തിലുള്ള പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ച വീടുകൾ. അങ്ങനെ ആകെ മൊത്തം വൈബോട് വൈബ്. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇലച്ചെടികളുമാണ് സ്മിത്തിലെ പ്രധാന കൃഷി. രാസവളം ചേരാത്ത മണ്ണാണ് സ്മിത്തിലേത്. വിളയുന്നതെന്തും വിശ്വസിച്ചു കഴിക്കാമെന്നർത്ഥം. നഗരങ്ങളിലേതുപോലെ ആധുനികവൽക്കരണത്തെ പെട്ടെന്ന് വാരിപ്പുണരാത്തവരാണ് ഗ്രാമീണർ. അതിന്റെ വേഗക്കുറവും ഗുണവും ഈ ഗ്രാമത്തിനുണ്ട്. മേഘാലയയിലെ ഈസ്റ്റ് കാസി മലനിരകളിലാണ് സ്മിത്ത് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കാസി സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗ്രാമം. കാസി ഗോത്ര വിഭാഗങ്ങളിൽ സ്ത്രീകൾക്കാണ് സർവാധിപത്യം. അവരാണ് കുടുംബം നിയന്ത്രിക്കുന്നത്. ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാനുള്ള അവകാശം ഗോത്രാചാരപ്രകാരം സ്ത്രീകൾക്കുണ്ട്. സ്മിത്തിലെ ഒരു കാസി കുടുംബം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. 7-8 മുറികളുള്ള വലിയ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ വീട്ടിലെ അമ്മയുടെ 2 ഭർത്താക്കന്മാരുടെയും മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന വീടാണെന്ന് മനസ്സിലായത്. വീട്ടിലെ ഇളയ പെൺകുട്ടിക്കാണ് അമ്മയുടെ സ്വത്തുക്കൾ ലഭിക്കുക. വീട്ടിൽ വരുന്ന അതിഥികളെ വെറ്റിലയും പാക്കും നൽകി വരവേൽക്കുന്നതാണ് ഗോത്രാചാരം. എനിക്കു നേരെ പാക്ക് നീട്ടിയപ്പോൾ അത് ആചാരമാണെന്നറിയാതെ നിരസിച്ചത് ഈ അമ്മയ്ക്ക് സങ്കടമായി. അവരുടെ മകൻ ജെറിയാണ് അമ്മയുടെ സങ്കടം വിവരിച്ചു തന്നത്. When people visit our house, so the first thing we used to give is this betel nuts. This is a Khasi traditional. When we used to welcome people by first thing by giving this and then have some tea or after that like that, but first thing is this one is betel nut. That's why. എന്ത് വ്യത്യസ്ത ആചാരങ്ങളെന്ന് ചിന്തിക്കവെയാണ് അടുത്ത ആചാരത്തെക്കുറിച്ച് ജെറി പറഞ്ഞത്. മേഘാലയയിൽ രക്ഷിതാക്കൾ നിശ്ചയിച്ചുറപ്പിക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന ഏർപ്പാട് ഇല്ല പോലും. വിവാഹപ്രായമായാൽ പ്രണയിച്ച് സ്വന്തം പങ്കാളിയെ കണ്ടെത്തിയാൽ മാത്രമേ ഇവിടെ വിവാഹം നടക്കൂ. അതിശയം തോന്നി. പങ്കാളിയെ കണ്ടെത്താൻ ഇന്നാട്ടിൽ ആണിനും പെണ്ണിനുമായി പലതരം ഉത്സവങ്ങൾ നടക്കാറുണ്ട്. സ്മിത്തിലെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടാനായി അസമിലേക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. ഖാസി ഹിൽസിന്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് സ്മിത്ത് ഗ്രാമം. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഭരിച്ചിരുന്ന കാസി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഇത്. മരത്തടിയിൽ മാത്രം തീർത്ത ഈ വിസ്മയമാണ് സ്മിത്ത് സംസ്കാരത്തിന്റെ അടയാളമായി ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. കാസി ഗോത്ര വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മുറ തെറ്റാതെ അരങ്ങേറുന്ന ഇടമാണിത്. പൈൻ മരങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ രൂപകൽപ്പന സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. സ്മിത്തിന്റെ ഗ്രാമഭംഗി അതേപോലെ നിലനിൽക്കുന്നതിൽ ഇവിടുത്തെ മനുഷ്യരുടെ മനോഭാവം പ്രധാന പങ്കുവഹിക്കുന്നു. ഗ്രാമത്തിലെത്തുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളൊക്കെ പെറുക്കിക്കൂട്ടാൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉത്സാഹം കാട്ടുന്ന നാട്. ഒരു ജലഛായ ചിത്രം പോലെ മനോഹരമാണ് സ്മിത്ത്. ഇവിടുത്തെ മനുഷ്യരും അഴകുള്ള മനസ്സുള്ളവരാണ്. മേഘാലയയിൽ എത്തിപ്പെട്ടാൽ ഉറപ്പായും നിങ്ങൾ സ്മിത്ത് ഗ്രാമം സന്ദർശിക്കണം. നിങ്ങളെ ഈ ഗ്രാമം നിരാശപ്പെടുത്തില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മായുന്ന ഗ്രാമഭംഗി നിങ്ങൾക്കിവിടെ തിരിച്ചു കിട്ടും തീർച്ച. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.